സിനിമാ മേഖലയിലെ ലൈംഗിക പീഡനങ്ങളിൽ ഇതുവരെ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചത് 18 പേർക്കെതിരായ പരാതികളാണ്. ജയസൂര്യക്കെതിരെ വീണ്ടും ലൈംഗിക അതിക്രമ പരാതിയുമായി യുവനടി രംഗത്തെത്തിയതാണ് ഒടുവിലത്തെ സംഭവം. അതിനിടെ വിവിധ പരാതികളിൽ അന്വേഷണം തുടങ്ങിയ പ്രത്യേക സംഘം നടിമാരുടെ മൊഴിയെടുത്തു. മുകേഷ്, ജയസൂര്യ, ഇടവേള ബാബു ഉൾപ്പെടെ 7 പേർക്കെതിരെ പരാതി നൽകിയ നടി മിനു മുനീർ, സിദ്ദിഖിനെതിരെ പരാതി നൽകിയ യുവനടി എന്നിവരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. യുവനടന്റെ പേര് അന്വേഷണ സംഘത്തിന് മുൻപാകെ വെളിപ്പെടുത്തിയതായി പരാതി നൽകിയ ശേഷം സോണിയ മൽഹാർ പറഞ്ഞു. മലയാള സിനിമയിലെ പ്രമുഖ നടന്മാർക്കെതിരെ പീഡനാരോപണം ഉന്നയിച്ച നടി മിനു മുനീറിന്റെ മൊഴിയാണ് പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത്. അന്വേഷണ സംഘത്തിലെ ജി പൂങ്കുഴലി, അജിത ബീഗം എന്നിവർ ആലുവയിലെ ഫ്ളാറ്റിലെത്തി മൊഴി രേഖപ്പെടുത്തുകയായിരുന്നു. നടന്മാരായ മുകേഷ്, ജയസൂര്യ, മണിയൻപിള്ള രാജു, ഇടവേള ബാബു, പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ, വിച്ചു, അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ എന്നിവർക്കെതിരെയാണ് നടി ലൈംഗിക പീഡന പരാതി ഉന്നയിച്ചത്. സമൂഹ മാധ്യമത്തിലൂടെ ആരോപണം ഉന്നയിച്ച ശേഷം പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇമെയിൽ വഴിയാണ് നടി പരാതി നൽകിയത്. 2013 തനിക്ക് ദുരനുഭവം ഉണ്ടായതെന്നും അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവാത്തതിനാൽ മലയാള സിനിമാ മേഖല ഉപേക്ഷിക്കേണ്ടി വന്നതായും അവർ വ്യക്തമാക്കിയിരുന്നു. 2013 ഒരു പ്രൊജക്ടിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് ഈ വ്യക്തികൾ തന്നെ ശാരീരികമായും വാക്കുകൊണ്ടും അധിക്ഷേപത്തിന് വിധേയയാക്കിയത്. ശല്യം അസഹനീയമായതോടെ മലയാള സിനിമാ മേഖല ഉപേക്ഷിച്ച് ചെന്നൈയിലേക്ക് താമസം മാറ്റാൻ താൻ നിർബന്ധിതയായെന്നും നടി വെളിപ്പെടുത്തിയിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം നടി അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിൽ പറഞ്ഞതായാണ് സൂചന. യുവനടനെതിരെ ലൈംഗിക പീഡനാരോപണം ഉന്നയിച്ച നടി സോണിയ മൽഹാറും പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ പരാതിയും മൊഴിയും നൽകി. വീട്ടുകാരിൽ നിന്നും സമ്മർദ്ദമുള്ളതിനാൽ ആർക്കെതിരെയാണ് പരാതിയെന്ന് വെളിപ്പെടുത്തുന്നില്ലെന്ന് നടി മാധ്യമങ്ങളോട് പറഞ്ഞു. നടന്റെ പേര്, ലൊക്കേഷൻ തുടങ്ങിയ വിശദാംശങ്ങൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. യുവനടനെതിരായ പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണെന്നും സോണിയ മൽഹാർ മാധ്യമങ്ങളോട് പറഞ്ഞു. എനിക്ക് നേരിട്ട് അനുഭവം ഉള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞതാണ്. അത് ഇല്ലാന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഒരു സ്വന്തമായിട്ട് നമുക്ക് ഉണ്ടായിരുന്ന ഒരു അനുഭവത്തെ കുറിച്ച് പറയുമ്പോൾ പിന്നീട് എനിക്ക് എന്റെ ഇഷ്ടത്തിന് ഒരാളെ മാറ്റിമറിക്കാനോ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൊക്കേഷൻ പറയാനോ പറ്റില്ല. നടന്ന കാര്യത്തിൽ പറയാൻ പറ്റും. അപ്പൊ നടന്ന കാര്യം ഒരാളെ ബാധിക്കുമെങ്കിൽ അതിന് സുഹൃത്തായാലും അച്ഛനായാലും അമ്മയായാലും പറഞ്ഞല്ലേ പറ്റുമല്ലോ. സിനിമാ സെറ്റിലുണ്ടായ കടന്നാക്രമണം ഉൾപ്പെടെ പോലീസിനോട് വിശദീകരിച്ചിട്ടുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഓഫീസർ ഈ പൂങ്കുഴലിക്ക് വിശദമായ മൊഴി നൽകിയതായും നടി പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയാണ് മലയാള സിനിമാ മേഖലയിൽ നടന്മാർക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി വിവിധ നടിമാർ രംഗത്തെത്തിയത്.